ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. സങ്കീർത്തനം 34, 1, 2 വചനങ്ങൾ. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവിടുത്തെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു. എളിയവർ അത് കേട്ട് സന്തോഷിക്കും. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട 34-ാം സങ്കീർത്തനം 1, 2 തിരുവചനങ്ങളിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയമാണ് ദൈവത്തിൽ പ്രശംസിക്കുക എന്നുള്ളത്. ഇത് നമുക്ക് പ്രാർത്ഥനയോടെ ധ്യാനിക്കാം. ദൈവത്തിൽ പ്രശംസിക്കുക. ഇവിടെ നാം വായിച്ചു കേട്ട 34-ാം സങ്കീർത്തനത്തിൻ്റെ 2-ാം തിരുവചനത്തിൽ ദൈവത്തിൽ പ്രശംസിക്കുന്ന ഒരു ഭക്തനെയാണ് നാം കാണുന്നത്. ഈ ഭക്തൻ ദൈവത്തിൽ പ്രശംസിക്കുവാൻ കാരണമെന്താണ്? ആരാണ് ഈ ഭക്തൻ? എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ രാജാവായിരുന്നിട്ടും അതുപോലെ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിരുന്നിട്ടും അതിലെല്ലാം ഉപരിയായി സർവശക്തനായ ദൈവത്തിൽ പ്രശംസിക്കുവാൻ ഇടയായത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ നമ്മുടെ ധ്യാനം. ദാവീദ് എന്ന ഒരു രാജാവ് ദൈവം ഇസ്രായേലിന് രാജാവായി നിയോഗിക്കുകയാണ്. ആരംഭം മുതൽ ദൈവസ്നേഹത്തിലും ദൈവത്തിൻ്റെ കൃപയിലും നിലനിന്നു പോന്ന ഒരു രാജാവ്. താഴ്ചകളും വീഴ്ചകളും വരുമ്പോൾ അനുതപിക്കുന്ന ഒരു രാജാവ്. ദൈവസന്നിധിയിൽ സമ്പൂർണമായി സമർപ്പിതനായ ഒരു രാജാവ്. ആ മനുഷ്യൻ ആട്ടിടയനായിരുന്ന ആ തലത്തിൽ നിന്ന് ദൈവത്താൽ ഉയർത്തപ്പെട്ട് ഇസ്രായേലിന് രാജാവായി. സിംഹത്തിൻ്റെ കരങ്ങളിൽ നിന്നും കരടിയുടെ കരങ്ങളിൽ നിന്നൊക്കെ വിടുവിക്കപ്പെട്ട മനുഷ്യൻ. തൻ്റെ അമ്മാവനായ ശൗൽ അവനെ പല പ്രാവശ്യം കൊല്ലുവാൻ പരിശ്രമിച്ചെങ്കിലും ദൈവം അവനെ ഒളിപ്പിക്കുകയും വിടുവിക്കുകയും ചെയ്തു. കഴിഞ്ഞ നാളുകളിൽ ഇങ്ങനെ ദൈവത്തിൽ നിന്നും തനിക്ക് ലഭിച്ച അനവധി നന്മകൾ അദ്ദേഹം അയവിറക്കിക്കൊണ്ട് അഥവാ ഓർത്തുകൊണ്ട് 34-ാം സങ്കീർത്തനം 2-ാം തിരുവചനത്തിൽ അദ്ദേഹം പറയുന്നു, എൻ്റെ ഉള്ളം അഥവാ എൻ്റെ മനസ്സ്, എൻ്റെ ഹൃദയം യഹോവയിൽ പ്രശംസിക്കുന്നു. എനിക്ക് പ്രശംസിക്കാനുള്ളത് എൻ്റെ രാജാവെന്ന പദവിയിലല്ല. എനിക്ക് പ്രശംസിക്കാനുള്ളത് എൻ്റെ സൈന്യത്തിലല്ല. എനിക്ക് പ്രശംസിക്കാനുള്ളത് എൻ്റെ വീട്ടുകാരോ നാട്ടുകാരോ എനിക്കുള്ള സമ്പത്തോ എൻ്റെ കൂടെ നിൽക്കുന്നവരോ എൻ്റെ സുഹൃത്തുക്കളോ സ്നേഹിതരോ ആരുമല്ല. എനിക്ക് പ്രശംസിക്കുവാനൊരു വിഷയമുണ്ടെങ്കിൽ അത് യഹോവയാണ്, ദൈവമാണ്. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഇതുതന്നെയാണ് അദ്ദേഹവും പറഞ്ഞത്. കർത്താവിൽ സന്തോഷിപ്പിൻ. അതെ, ഞാൻ പിന്നെയും പറയുന്നു, കർത്താവിൽ സന്തോഷിപ്പിനെന്ന്. നമുക്ക് പ്രശംസിക്കുവാൻ, നമുക്ക് സന്തോഷിക്കുവാൻ ഈ ലോകത്തിൽ പല വിഭവങ്ങൾ, പണം, പ്രതാപം, അധികാരം, ഭൗതിക വസ്തുക്കൾ, വിഭവങ്ങൾ, ജോലി, ഉന്നതർ, എൻ്റെ ബന്ധുക്കളെന്നുള്ള ആ ഒരു ആൾബലം, സ്വന്തം ബുദ്ധി, ജ്ഞാനം, സ്വന്തം ശക്തി, സൗന്ദര്യം, നിറം, പ്രശസ്തരായ സുഹൃത്തുക്കൾ, ഇനിയും ഈ പട്ടിക
എത്ര വേണമെങ്കിലും വലുതാക്കാം. ഇതെല്ലാം നമുക്ക് പ്രശംസിക്കുവാനായിട്ടുണ്ടാകാം. എന്നാൽ ഇതെല്ലാം വെള്ളത്തിലെ കുമിളയ്ക്ക് തുല്യമെന്ന് മനസ്സിലാക്കിയ ഒരു മഹാനായ രാജാവാണ് ദാവീദ്. അദ്ദേഹം പറയുന്നു, എൻ്റെ ഉള്ളം അഥവാ എൻ്റെ ഹൃദയം യഹോവയിൽ പ്രശംസിക്കുന്നു. അതെ, നമുക്ക് പ്രശംസിക്കുവാൻ ദൈവമാണുള്ളത്. മറ്റെല്ലാം നീറ്റിലെ പോളയ്ക്ക് തുല്യമാണ്. ആമേൻ.